അപ്പേ എന്തോ ഈ അമ്മച്ചി എന്തിനും പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ നാളത്തേക്ക് മാറ്റി വെക്കൂലല്ലോ, ഇന്ന് തന്നെ സഹിച്ചു കൊടുക്കൂലേ? അതെന്തുകൊണ്ടാ? അച്ഛൻ മരിച്ച സമയത്ത് ഉള്ളിൽ കയറിയ ഒരു ആദിയാണ് അമ്മയും ഇല്ലാതായ എന്ത് ചെയ്യുമെന്ന്. പക്ഷെ നമ്മളൊക്കെ ജനിച്ചതുകൊണ്ട് ഒരിക്കൽ മരിക്കുക തന്നെ വേണം. അപ്പൊ രാവിലെ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഉള്ളിലൊരു ആദിയാ, തിരിച്ചു വരുമ്പോൾ അമ്മയെങ്ങാനും ഇല്ലാതായാലോ എന്നൊരു പേടി. അതുകൊണ്ട് ഇടയ്ക്ക് അമ്മയെ വിളിച്ചു നോക്കുന്നത്. നമ്മളെല്ലാവരും തന്നെ രാവിലെ ഓരോ പണികൾക്കും കാര്യങ്ങൾക്കായിട്ട് വീട് വിട്ട് ഇറങ്ങുന്നവരാണ്. തിരിച്ചു വരുമ്പോൾ നമ്മൾ യാത്ര പറഞ്ഞിറങ്ങുന്ന കുറച്ച് പേരുണ്ടാവില്ല വീട്ടിൽ. അവരിൽ ആരെങ്കിലുമൊക്കെ ഇല്ലാതെ വരുമ്പോൾ ആ വീടിൻ്റെ ഒരു അവസ്ഥ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ചില രാത്രികളിൽ ഞാനിങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന വരികളൊക്കെ ഞാൻ എഴുതി വെക്കാറുണ്ട്. അങ്ങനെ അമ്മം എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ചെയ്തു എൻ്റെ അമ്മയെക്കുറിച്ചുള്ളത്. ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അമ്മയുറങ്ങിയ വീട്ടിലേക്കിത്തിരി നേരമിരുട്ടി ഞാൻ എത്തിയല്ലോ. ഉച്ചയ്ക്കു കഞ്ഞി കിട്ടാത്തതിൽ സങ്കടം നായതൻ നോക്കിലും കണ്ടതേയില്ല ഞാൻ. അമ്മയില്ലാത്തതിൻ നോവറിഞ്ഞിട്ടാവാം അമ്മയ്ക്ക് കാവലാം നായ നിശബ്ദനായി. അമ്മ തൻ കാലിൽ ചിണുങ്ങുന്ന പൂച്ചയെ